ഹലോ ഓൾ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഹെയർ കെയർ എങ്ങനെയാണ് പോകുന്നത്, ഞാൻ എങ്ങനെയാണ് ഹെയർ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാനൊരു ഓയിൽ കൂടി കാണിച്ചു തരാം കേട്ടോ, അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ ഹെയർ കെയർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആഴ്ചയിൽ 3 ദിവസമൊക്കെയാണ്, മാക്സിമം 3 ദിവസമൊക്കെ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, എല്ലാ ദിവസവും ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത്. എല്ലാ ദിവസവും നമ്മൾ ഹെയർ പാക്ക് യൂസ് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ ഹെയർ വാഷ് ചെയ്യണം. എൻ്റെ മുടിയുടെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ഹെയർ ആണ്. അപ്പോൾ ഞാൻ ഈ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന ദിവസം എന്തായാലും ഹെയർ വാഷ് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ വാഷ് ചെയ്ത് കളയേണ്ടി വരും. അപ്പം നന്നായിട്ട് കഴുകുമ്പോൾ മുടിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസ് നഷ്ടപ്പെടും. അപ്പം മുടി കുറച്ചുകൂടി ഡ്രൈ ആവും, കുറച്ചുകൂടി എന്താ പറയുക, ചകിരിനാര് പൊട്ടിപ്പോകുന്നല്ല, പക്ഷെ ചകിരിനാര് പോലെ ഇരിക്കും. അപ്പം മുടി ഒരു ഹെൽത്തി ലുക്കല്ല അപ്പോൾ മുടിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്യാറില്ല. ആഴ്ചയിൽ 2-3 പ്രാവശ്യമാണ് മാക്സിമം ഹെയർ പാക്ക് യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ എല്ലാ ദിവസവും എൻ്റെ വീഡിയോ വരാത്തത്. ഞാൻ എപ്പോഴാണോ ഞാൻ ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെയർ കെയർ ചെയ്യുന്നത്, അപ്പോഴായിരിക്കും ഞാൻ വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തൊക്കെ യൂട്യൂബിൽ ഇടുന്നത്. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസിൽ എപ്പോഴും ഒരു ലാഗ് വരുന്നത്. അപ്പം ഇന്നത്തെ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ഹെയർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ഡാമേജ് ആയിട്ടുള്ള ഹെയർ. ആദ്യം തന്നെ നമ്മൾ ഓവറായിട്ട് മുടി ഒഴിയുന്നതിന്റെ കാരണം മനസ്സിലാക്കുക, പിന്നെ ഡാമേജ് ആയിട്ടുള്ള മുടി നീറ്റായിട്ട് കട്ട് ചെയ്ത് വിടുക. എന്ന് വെച്ചാൽ മുടി മൊത്തത്തിൽ വെട്ടി കളഞ്ഞിട്ടല്ല, മുടി മൊത്തത്തിൽ വെട്ടിക്കളഞ്ഞാൽ പിന്നെ അത്രയും മുടി കിളിച്ചിറങ്ങാനായിട്ട് ഒരുപാട് സമയം എടുക്കും. നമുക്ക് ആ മുടി അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് നമുക്ക് ആ മുടി ഹെൽത്തി ആക്കി കൊണ്ടുവരാനായിട്ട് പറ്റും. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ, യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഹെയർ ഓയിലിംഗ് ചെയ്യുക. ഹെയർ ഓയിൽ ചെയ്യുമ്പം ഒരുപാട് എണ്ണ ഉപയോഗിക്കാതെ വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചിട്ട്, അതുപോലെ ഈ എണ്ണ രാത്രിയിൽ തേച്ചിട്ട് കിടന്നുറങ്ങുന്നവർ, പണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തലയിൽ രാത്രിയിൽ എണ്ണ തേച്ചിട്ട് കിടന്നുറങ്ങും, എന്നിട്ട് രാവിലെ തല കഴുകും, അങ്ങനെ ചെയ്യുമായിരുന്നു. മുടി പ്രത്യേകിച്ച് വളർന്നിട്ടൊന്നും ഇല്ലെന്ന് മാത്രമല്ല, എനിക്ക് സൈനസിന്റെ പ്രശ്നം വന്നു. അപ്പം നമ്മൾ ഈ എണ്ണ തലയിൽ ഇരിക്കുമ്പോൾ എണ്ണ തണുപ്പാണ്, അപ്പം മുടിക്കല്ല തലയ്ക്ക് ഭയങ്കരമായിട്ട് തണുപ്പാകും. അപ്പം തലയ്ക്ക് ഭയങ്കര തണുപ്പാകുമ്പോൾ നമുക്ക് സൈനസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് രാത്രിയിൽ എണ്ണ തേച്ചിട്ട് കിടന്നുറങ്ങുന്ന ശീലം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ എണ്ണ തേക്കുക, അതുപോലെ രാത്രി തലമുടി കഴുകുക, ഇതിങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും ഈ പ്രശ്നം നമുക്ക് അറിയാൻ തുടങ്ങുന്നത്. അപ്പം എനിക്കുണ്ട് അത് കേട്ടോ, അനുഭവം ഗുരു എന്ന് പറയുന്നത് കൊണ്ടാണ് പറയുന്നത്. രാത്രിയിൽ എണ്ണ തേക്കുകയോ രാത്രിയിൽ തല കഴുകുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ചെയ്താൽ മതി, പക്ഷെ പകല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം എണ്ണയുടെ കാര്യത്തിൽ അതാണ്. പിന്നെ എണ്ണയുടെ അളവ് വളരെ കുറവായിരിക്കണം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ കാണിച്ചിരുന്നു, ഡീപ്പ് എക്സ്ഫോലിയേഷൻ, തല നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്ത് ഒരു ദിവസമുണ്ട്. അപ്പം അതിന് ശേഷം നമ്മുടെ തല ഡ്രൈ ആവാനായിട്ട് പാടില്ല. സ്കാൽപ്പ് കേട്ടോ, മുടിയല്ല, സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാനായിട്ട് 2-3 തുള്ളി എണ്ണ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട്, കൈയുടെ ടിപ്പിൽ തേച്ച് കൊടുത്ത് ഇങ്ങനെ തലമുടി മസാജ് ചെയ്ത് കൊടുക്കുക, സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മളങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് തല നന്നായിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും, പെട്ടെന്നൊന്നും താരം വരത്തില്ല. ഒരു 1 മന്ത് വരെയൊക്കെ നമുക്ക് താരനില്ലാതെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് വരും. എനിക്ക് നേരത്തെ പെട്ടെന്ന് താരം വരുമായിരുന്നു, പ്രത്യേകിച്ച് കണ്ട് ഈ ഏരിയയിലൊക്കെ നല്ല രീതിയിൽ താരം വന്നിട്ട് അവിടെ ഇങ്ങനെ എടുത്തറിയുമായിരുന്നു. ഇപ്പൊ അതില്ല. നല്ലതായിട്ട് ഞാൻ ഈ ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചതിന് ശേഷം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പിന്നെ ഞാൻ താരം പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇത് കോട്ടയ്ക്കലിലെ അയ്യപ്പാല വെളിച്ചെണ്ണയാണ്. ഞാൻ അയ്യപ്പാല കേരതൈലമാണ് ചോദിച്ചത്, അവർ വെളിച്ചെണ്ണയാണ് തന്നത്. രണ്ടും സെയിം തന്നെയാണ്. 2 ഡിഫറൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാണ്, മറ്റേത് തൈലം എന്ന് പറയുന്നത് എള്ളെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് തൈലം എന്ന് പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ വ്യത്യാസം. അപ്പൊ ഇത് ദന്തപ്പാല എന്ന് പറഞ്ഞിട്ട് ഒരു ഇല വെച്ചിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ദന്തപ്പാലയുടെ ഇല കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് സമയം വേണം. കുറേ ദിവസം ഇങ്ങനെ വെയിലത്ത് വെച്ചിട്ട് അത് നല്ല രീതിയിൽ അതിൻ്റെ ആ കറ മുഴുവൻ അതിലായി കഴിയുമ്പോഴാണ് നമ്മൾ അതെടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പം എനിക്കതിനുള്ള സമയവും അതുപോലെ ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ ഇതങ്ങ് വാങ്ങിച്ചു. അപ്പം ഇതിൻ്റെ കുറേ റിവ്യൂസ് ഞാൻ കണ്ടു, യൂട്യൂബിലൊക്കെ കുറേ റിസർച്ച് ചെയ്ത് കുറേ കമൻസ് ഒക്കെ നോക്കിയപ്പം എനിക്ക് ഓക്കെ നല്ലതാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഉപയോഗിച്ച് നോക്കിയിട്ടേ ഉള്ളൂ, തുടങ്ങിയിട്ടേ ഉള്ളൂ. 2-3 പ്രാവശ്യം മാത്രമേ ഇത് ഞാൻ ഉപയോഗിച്ചുള്ളൂ. ഞാൻ എല്ലാ ദിവസവും പറഞ്ഞില്ലേ, ഞാൻ
എല്ലാ ദിവസവും വളരെ കുറച്ച് എണ്ണ എടുത്തിട്ട് 2-3 തുള്ളി എണ്ണ എടുത്തിട്ട് തല ഓട്ടി സ്കാൽപ്പ് ചെയ്ത് കൊടുക്കും. അപ്പം അതിനകത്തിൽ ഒരു ഡ്രോപ്പ് ഇതിന്റെ എണ്ണയായിരിക്കും. അപ്പം ഇത് നല്ലതാണോ അല്ലയോ എന്നുള്ളത് ഇത് ഞാൻ ഉപയോഗിച്ച് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ, ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ധാരണ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഇത് മുടി വളരാനുള്ള എണ്ണയല്ല, മുടി വളരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഇത് താരം പോകാനായിട്ട് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ താരം പോകാനായിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാമ്പൂ കൂടി ഞാൻ പറയാം കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതൊരു ഹോമിയോപ്പതിക് മെഡിസിൻ ആണ്. എനിക്കൊരു ഹോമിയോ ഡോക്ടർ ഞാൻ ഡോക്ടറിനെ ഇങ്ങനെ എനിക്ക് താരം കൂടിയപ്പോൾ പോയി കണ്ടിട്ട് ഗവൺമെന്റ് ഹോമിയോയിലാണ് പോയത് കേട്ടോ. നമ്മുടെ എല്ലാ നാട്ടിലൊക്കെ ഗവൺമെന്റ് ഹോമിയോസ് ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഡോക്ടേഴ്സിനോട് പറഞ്ഞാൽ മതി, അവർ തരും. അപ്പൊ അവർ തരുമല്ല, അവര് നമുക്ക് എഴുതി തരും. അപ്പൊ നമ്മള് ഹോമിയോ മെഡിസിൻസ് കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മേടിച്ചാൽ മതി. എനിക്ക് ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് മേടിക്കുകയാണ് ചെയ്തത്. അതിന്റെ പേരെന്ന് പറയുന്നത് ആർണിക്ക ഷാമ്പൂ എന്നാണ്. അതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നല്ല ഷാമ്പൂ ആണ്. നമ്മൾ ഒരുപാട് എന്താ പറയാ, ഈ ഭയങ്കര കെമിക്കൽസ് ഒക്കെ വന്നിട്ടുള്ള ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂസിനേക്കാളും കുറച്ച് ബെറ്റർ ആണ്. കാരണം മുടി പെട്ടെന്ന് ഒരുപാട് കൊഴിഞ്ഞു പോകത്തില്ല. അതുപോലെ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ഒരുപാട് കെമിക്കൽസ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒത്തിരി ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷാമ്പൂ ആണ്. മൈൽഡ് ഷാമ്പൂ ആണ്, ഭയങ്കരമായിട്ട് പതയത്തില്ല, പക്ഷെ ഇത് താരം പോകാനായിട്ട്. അപ്പൊ ഞാനത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എപ്പോഴും എൻ്റെ ഒരു താരം പോകാനുള്ള ഒരു താളി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ താളി ഉണ്ടാക്കിയിട്ട് ആ താളിയിലേക്ക് ഈ ഷാമ്പൂ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച്, അങ്ങനെയായിരുന്നു ഞാൻ ഷാമ്പൂ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്കും അതേ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ പോലെ ഷാമ്പൂ ചെയ്യുന്നത് പോലെ ചെയ്താലും മതി. അപ്പൊ അത്രയാണ് എൻ്റെ ഹെയർ റുട്ടീന്. അപ്പം ഞാൻ എൻ്റെ മുടി എല്ലാ ദിവസവും മസാജ് ചെയ്യുന്നുണ്ട്. മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ വിരലിന്റെ തുമ്പുകൊണ്ട് വേണം മസാജ് ചെയ്യാനായിട്ട്. അത് ഒരുപാട് ഹാർഷായിട്ട് ചെയ്യരുത്, കുഞ്ഞു കുഞ്ഞു മുടികൾ പെട്ടെന്ന് ഡാമേജ് ആയിപ്പോവും. അപ്പൊ ഹെയർ മസാജിങ് 10 മിനിറ്റ് നമുക്ക് ഹെയർ മസാജ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് മുടി എന്താ പറയാ, മുടി വളർച്ച കൂടും, ഭയങ്കരമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. പിന്നെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് തുടങ്ങിയതനുസരിച്ച് എന്റെ മുടിക്ക് നീളം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുടി പിന്നെ കുറച്ച് ഹെൽത്തി ആയിട്ടുണ്ട്. ഞാൻ ഫോട്ടോസ് ഒക്കെ എടുത്ത് വെക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മുടി കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുണ്ട്. മുടിയുടെ എൻഡ് ഭാഗത്തൊക്കെ കുറച്ചുകൂടിയൊക്കെ മുടി വന്നിട്ടുണ്ട്. നേരത്തെ എൻ്റെ വീഡിയോയും ഇപ്പോഴത്തെ വീഡിയോയും തമ്മിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നേരത്തേനൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് മുടിയുടെ തുമ്പ് ഭാഗം. അപ്പൊ 2 മാസത്തെ ചാലഞ്ചാണ്. ഇപ്പൊ ഈ 2 മാസത്തെ ചാലഞ്ചിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒന്നാമത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രോപ്പറായിട്ട് ഹെയർ വാഷ് ചെയ്യും, പ്രോപ്പറായിട്ട് ഹെയർ കെയർ ചെയ്യും. പ്രോപ്പർ ഹെയർ കെയറിൽ ഞാൻ ആഴ്ചയിൽ 3 ദിവസം ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ഹെയർ മസാജിങ് ചെയ്യുന്നുണ്ട്. ഇത് ഇത്രയും ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല. പിന്നെ ഉള്ളിലേക്ക് ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല പ്രോട്ടീൻ, ഫൈബർ, അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും ഫൈബർ കണ്ടന്റ് അടങ്ങിയതും, കാർബോഹൈഡ്രേറ്റ് ഒക്കെ വളരെ കുറച്ചിട്ട് പ്രോട്ടീൻ കൂടുതൽ എടുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ ചിക്കൻ, മീൻ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, മുട്ട എല്ലാം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. ഇതൊക്കെ മുടിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, പംകിൻ സീഡ്സ്, അങ്ങനെ കുറേ സീഡ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഒരു ഞാൻ എന്താണ് മുടിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം കഴിക്കുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഹെയർ യോഗ ചെയ്യുന്നുണ്ട്, ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള യോഗ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ വീഡിയോയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഹെയർ യോഗ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. നമുക്ക് മുടി വളരാനായിട്ട് നമ്മൾ ഇനി എത്രയൊക്കെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തത്, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മുഖത്ത് എന്തെങ്കിലുമൊക്കെ വാരി തേക്കുമ്പോൾ കുറച്ച് സ്കിൻ കുറച്ചുകൂടി ഹെൽത്തി ആവുമെങ്കിലും നമ്മൾ ഇന്റേണലി നമ്മൾ എത്ര ഹാപ്പിയാണ്, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ ഭയങ്കര സൂപ്പർ ആയിരിക്കുമല്ലോ, നമ്മുടെ സ്കിന്നൊക്കെ കാണാൻ നല്ല സൂപ്പർ ആയിരിക്കുമല്ലോ. അതുപോലെ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴേ നമ്മുടെ സ്കിന്ന് കാണാൻ നല്ല സൂപ്പർ ആയിരിക്കും. അപ്പൊ ഈ പുറമേ നിന്ന് നമ്മൾ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമ്മൾ സ്ട്രെസ് കുറയ്ക്കുക, അതിന് യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, ഒരു 20 മിനിറ്റ് എങ്കിലും എക്സസൈസ്. പിന്നെ എൻ്റെ എക്സസൈസിന്റെ കാര്യത്തിൽ ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നുണ്ട്. എൻ്റെ ജോലി അതാണ്. അപ്പൊ പിന്നെ എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ യോഗ എക്സസൈസ് സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് ഹെയറിന് വേണ്ടിയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മെഡിറ്റേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ
ഡെയിലി ലൈഫിൽ കൊണ്ടുവരണം. അപ്പം ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഒരു ഡെയിലി നമ്മളെ ഓർഗനൈസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങാം, ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരിക്കണം, ഒരടുക്കും ചിട്ടയിൽ ഞാൻ കൊണ്ടുപോകണം, ഒരു 2 monthsലേക്കെങ്കിലും അങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു കൊണ്ടുവരിക. ഫുഡ് കറക്റ്റ് ആക്കുക, കഴിക്കുന്ന സമയം കറക്റ്റ് ആക്കുക. അതുപോലെ മധുരം കട്ട് ചെയ്യുക കേട്ടോ. മധുരമൊക്കെ ഭയങ്കര നമ്മുടെ മുടി വളർച്ചയിൽ ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കുന്ന ഒരു സംഭവമാണ് ഈ മധുരം എന്നൊക്കെ പറയുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ടോക്സിൻസ് പുറത്തു പോകും. പക്ഷെ നമ്മൾ ഈ മധുരമൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഈ ടോക്സിൻസ് നമ്മുടെ ഉള്ളിലേക്ക് കയറണം. അപ്പം നമ്മൾ എപ്പോഴും വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ്, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുടിക്കൊക്കെ ചേഞ്ച് വരും. അപ്പോൾ ഇനി ഞാൻ എൻ്റെ 2 monthsലേക്ക് ഞാൻ എൻ്റെ മുടിയുടെ ഓരോരോ ഘട്ടമായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ പങ്കെടുക്കുന്നവർ കമൻറ്റ് ചെയ്യണേ, നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ. പിന്നെതാ ഇത് എൻ്റെ മുടിയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇത് കാണിച്ചായിരുന്നു. അത് കുറച്ചുകൂടി ഗ്രോ ചെയ്തിട്ടുണ്ട്. നേരത്തെ എൻ്റെ ഇവിടം വരെ ഉള്ളായിരുന്നു, അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഗ്രോ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മുടിയുടെ കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.